ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ സെയിൽ ചെയ്യുന്ന ചോക്ലേറ്റ് കേക്കുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ ഇതുവരെ ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ മുഴുവനായിട്ട് ഫ്ലോർ ചേർക്കണം. അതിൽ ഈ 1/2 കപ്പിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ആദ്യം നമ്മുടെ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1/2 kg സ്പഞ്ചാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതിൻ്റെ ബാലൻസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറി പോകും കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ 1/2 kg ചോക്ലേറ്റ് സ്പഞ്ച് ആണെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കും. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ വിസ്ക് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കൊക്കോ പൗഡർ നമ്മൾ എത്ര മിക്സ് ചെയ്തിട്ടും ഇങ്ങനെ ചെറിയ കട്ടകളായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട, അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഈ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ആയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതങ്ങ് പൊങ്ങി വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാരയാണ് എപ്പോഴും നല്ലത്. കേക്ക് നമ്മൾ ചെയ്യുമ്പം ബീറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട്. പൊടിക്കാത്ത പഞ്ചസാരയും എടുക്കാം. അത് നിങ്ങൾ 1/2 കപ്പ് നിറയെ എടുക്കരുത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ശരി, ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഇത് ബീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ബീറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്കൊരു 9-10 മിനിറ്റൊക്കെ എടുക്കും 1 kg കേക്കിൻ്റെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു 2 എഗ്ഗ് നമുക്ക് നല്ലതുപോലെ ബീറ്റായിട്ട് വരും. അപ്പോൾ ഇതേ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഒരിക്കലും ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. യൂസ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ കേക്കിൻ്റെ ഫ്ലേവർ അങ്ങ് മാറിപ്പോകും, സ്മെല്ല് വരും ആ ഒരു ഓയിലൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കേക്ക് ശരിയാകില്ല എന്ന് പറയുന്നത് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചേർത്താൽ ആ വെളിച്ചെണ്ണയുടെ ഒരു കുത്തെല്ലാം വരും നമ്മുടെ കേക്കിലോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലോ ആയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഞാനത് വീഡിയോ ഫാസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ നല്ല സ്ലോ ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ചുറ്റിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോ ഓവനിലോ വെച്ചിട്ട് നമുക്കിതൊരു 25 മിനിറ്റ് വരെ ഒന്നങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെക്കുന്നത്. 25 മിനിറ്റ് ആണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. പാനിലാണെങ്കിലും 25 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ പാന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്.
അപ്പോൾ അന്ന് നമുക്ക് വേറെയും കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 1 കപ്പ് അളവിൽ ക്രീം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുക്കുക. അപ്പം ഞാൻ ഇപ്പോൾ വേറൊരു മെഷർമെൻ്റാണ് കാണിക്കുന്നത്. ഇങ്ങനെയും ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ എടുക്കുന്ന അളവെന്ന് പറയുന്നത് 3/4 കപ്പ് അളവിൽ ക്രീമും 1 കപ്പ് അളവിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ എടുക്കുന്നത്, കട്ട് ചെയ്തതാണ് എടുക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് ക്രീം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് പ്ലസ് 1/4 കപ്പ്, അങ്ങനെ ഈ 2 കപ്പിലായിട്ട് 3/4 കപ്പ് അളവ് എടുക്കുക. 1/2 കപ്പ് പ്ലസ് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നമ്മുടെ ക്രീം ഇതേ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് എല്ലാം പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അത് മെൽറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തീയിൽ ഒന്നും കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇതേപോലുള്ള നോൺ സ്റ്റിക്ക് പാനോ അല്ലാന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വന്നതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് അരിച്ചെടുക്കണം. കാരണം കട്ടകളില്ലാത്ത ചോക്ലേറ്റ് ഗനാഷ് കിട്ടാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ലത്. ഞാൻ എപ്പോഴും ഇങ്ങനെ അരിച്ചെടുക്കാറുണ്ട്. നമ്മൾ മുകൾ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതല്ലേ കേക്കിൻ്റെ, അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിനായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഗനാഷ് നല്ല ലൂസായിട്ടാവും ഉണ്ടാവുക. അത് റൂം ടെമ്പറേച്ചറിലാകുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം മുതലേ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാറ്, ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാറില്ല. കാരണം കേക്ക് നമ്മൾ ഐസിങ് ചെയ്ത് കഴിയുന്നവരെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് പുറത്ത് തന്നെയാണ് കേട്ടോ സൂക്ഷിക്കാറ്. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് കണ്ടില്ലേ, നല്ല സൂപ്പർ ഫ്ലോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് വേറെയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അന്ന്, അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ചധികം ക്രീം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് മാത്രം ചെയ്യാനായിട്ട് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ലെയറിലായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടാവാനായിട്ട് പാടില്ല. ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം മെൽറ്റായിട്ട് മാറും, മെൽറ്റായിട്ട് പോകും. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കഴിഞ്ഞാൽ ക്രീം ആകെ ലൂസായിട്ട് പോകുന്നു, കേക്കിൽ ശരിക്കും ലെയർ ചെയ്യാനൊക്കെ പറ്റുന്നില്ല എന്നൊക്കെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ്, ഫ്രിഡ്ജാണ് കേട്ടോ, ഫ്രീസർ അല്ല, വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. ഈ ചോക്ലേറ്റ് ഗനാഷ് തണുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഹാർഡായിട്ട്, അതായത് സ്റ്റിഫ് പീസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ നല്ലതുപോലെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. മുകൾ വശം ഒന്നും ഒട്ടുന്നില്ല കേട്ടോ, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പേർക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുക്കുമ്പോൾ ശരിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് ലെയർ ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ സ്പോഞ്ചിനെസ് കാണിച്ചു തരട്ടെ. എത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ. വളരെ സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് സ്പഞ്ച് എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ലെയർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ വെക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ പാലും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് ഗനാഷും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. പാല് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പം അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു ഗനാഷ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കണ്ടില്ലേ. നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നതിന് മുമ്പ് നല്ല ലൂസായിട്ടല്ല കിട്ടിയിരുന്നത്, ഇത് സ്റ്റിഫ് പിക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഗനാഷ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ ക്രീം കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ചോക്കോ ചിപ്സും അതേപോലെ തന്നെ ബദാമും പൊടിച്ചത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അവർ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലെയറിൽ നമ്മൾ ചോക്കോ ചിപ്സ് കൂടാതെ ബദാം എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെയറും അങ്ങ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റാം കേട്ടോ, മാറ്റി വെക്കണം കേട്ടോ, എന്നാലാണ് ഇതങ്ങ് സെറ്റ് ആവുള്ളൂ. എന്നിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കോട്ടിങ് ചെയ്യാം. അപ്പോൾ ശരി, ഞാൻ ഇനി 15 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കുറച്ച് ഗനാഷ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതായത് നമ്മൾ ലെയറിൽ ചേർത്തിട്ടുള്ള ഗനാഷ് ചേർത്തിട്ടുള്ള ക്രീമില്ലേ, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഓവറായിട്ട് ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡ് പുറത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്കങ്ങ് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കേക്ക് ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തണുത്ത കേക്കിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇത്തിരി ഹാർഡായിട്ട് മാറി എന്നുണ്ടെങ്കിൽ, കുറച്ച് കട്ടി കൂടി പോയി എന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ചൂടുവെള്ളമാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ആ ബൗളൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വരുന്നത് ഡെക്കറേഷനാണ്. അപ്പോൾ ചോക്കോ ചിപ്സ് ചുറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്നിക്കേഴ്സും മിൽക്കി ബാറും പിന്നെ വാൾനട്ടും ആണ് കേട്ടോ, പിന്നെ ഓരിയോസും. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സൂപ്പർ യമ്മി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മളിതിൻ്റെ ലെയറിൽ ബദാമും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും ഒക്കെ ചേർത്തിട്ട് നല്ല റിച്ച് ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്